എന്നാ ഷിഫാന പറ. ഷിഫാന മ്യൂട്ടിലാണ്. സോറി മിസ്, ശ്രദ്ധിച്ചിട്ടില്ല. ഗുഡ് ഈവനിങ്. പുസ്തക പേജുകളിലൂടെ വിരലോടിക്കലല്ല വായന, വരികൾക്കിടയിലൂടെ കണ്ണോടിക്കലുമല്ല വായന, സ്ക്രീനിൽ തെളിയും അക്ഷരങ്ങളെ ചേർത്തു നോക്കലുമല്ല, മറിച്ച് ചിന്തകളുടെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകലാണ് വായന. ഇന്ന് നമുക്കും ചിന്തകളുടെ ആഴങ്ങളിലേക്ക് വാതിൽ തുറക്കാം. ഇന്ന് ലിറ്റററി ലെൻസിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ നസീർ അലി സർ, ക്ലബ് കോർഡിനേറ്റേഴ്സ് അധ്യാപകരായ അമീൻ സർ, റമിദ മിസ്, മറ്റു പ്രിയപ്പെട്ട അധ്യാപകരെയും കൂട്ടുകാരെയും ലിറ്റററി ലെൻസിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഇവിടെ ബുക്ക് റിവ്യൂവിനായി വരുന്നത് നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയായ അമൃത ഹരിദാസ് ആണ്. അമൃത ഹരിദാസിനെ ലിറ്റററി ലെൻസിന്റെ വേദിയിലേക്ക് സ്വാഗതം. Thank you, Shifana. So, തുടങ്ങല്ലേ മിസ്? Hello. Okay. Okay. Myself Amrita Haridas, former student of MITC 2019-21 batch ആണ്. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടിയത്. സോ ഐ താങ്ക് ഓൾ ദി ടീച്ചേഴ്സ് ഹു ഹാവ് ഗിവൺ മി ദിസ് ഓപ്പർച്യൂണിറ്റി. സോ ആസ് ഷിഫാന ടോൾഡ്, നമുക്ക് ചിന്തയുടെ വാതിൽ ഓപ്പൺ ആവുമോ നോക്കാം. അതർ ദാൻ ഒരു സമ്മറി പറഞ്ഞ് പോകുന്നതിന് പകരം ഷിഫാന പറഞ്ഞ പോലെ തന്നെ ചിന്തിക്കാനുള്ള എന്തെങ്കിലും ഈ നോവലിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രമിക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഷിഫാന പറഞ്ഞതിൽ I have got a crisp in that. Thank you, Shifana, for that. So that long silence, written by the great novelist, feminist Shashidesh Pandey. ഞാനിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ മേ ബി ഐ വിൽ ബി ആസ്കിങ് സം ക്വസ്റ്റ്യൻസ്. അതിന് ഒരു ആൻസർ അല്ല, വിത്ത് തംസ് ഓർ ചാറ്റ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ. ഓക്കെ, പിന്നെ ഇഫ് ഐ എം നോട്ട് ഓഡിബിൾ പ്ലീസ് ലെറ്റ് മീ നോ ദാറ്റ് ഓൾസോ. അപ്പോൾ ദാറ്റ് ലോങ് സൈലൻസ്, ഡസ് എനിവൺ ഗെറ്റ് എനി ബെനിഫിറ്റ് ഫ്രം സൈലൻസ്? സൈലൻസിലൂടെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ലൈഫിൽ കിട്ടിയിട്ടുണ്ടോ? ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു നോവലിനെ കാണാം. Let's see in the end whether the silence gives positive or negative impact. So before entering to the novel part, let's see about Shashidesh Pandey. She's a great Indian novelist, as I told you before, and she's a feminist. So in all her writings, we can see that feminist touch. And most of her writings plays around the inner world of women in rural India. So, or in the middle class Indian woman. And she has received Sahitya Academy Award for this particular novel in 1990. And she also got many awards for her writings. So that's about her. We don't have to be so long about her. So getting into the novel, as the title, That Long Silence, this silence is the main crisp of this novel. So maybe we all are young. We all have some crisp to think from this. ഈ നോവലിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഏജിൽ പല കാര്യങ്ങളും എങ്ങോട്ടൊക്കെ തിരിക്കണം, ഏതൊക്കെ ഡയറക്ഷനിലൂടെ നമ്മൾ പോകണം എന്നൊക്കെ ഒരു ചിന്ത നമ്മളിലേക്ക് തരാൻ ഈ നോവലിന് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നോവൽ, ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് ഓഫ് ദിസ് നോവൽ, I would start with that is, to achieve anything, to become anything, you have got to be hard. Once more, to achieve anything, to become anything, you have got to be hard. Life would be impossible, and life has always to be made impossible. ആ പറഞ്ഞത് എന്താണ്? അപ്പം എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഹാർഡ്ഷിപ്പ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ആദ്യം ലൈഫിലെല്ലാം ഇമ്പോസിബിൾ ആയിട്ട് തോന്നും, ബട്ട് ദി എൻഡ് ഇറ്റ് കുഡ് ബി മെയ്ഡ് പോസിബിൾ. സോ നമ്മളൊക്കെ ലൈഫിൽ ഇത് ഉണ്ടായിട്ടുണ്ടാവും. സോ വിത്ത് ദാറ്റ് ലെറ്റ്സ് സ്റ്റാർട്ട് അഗെയിൻ. സോ ദിസ് നോവൽ has used a flashback technique. That is, the writer has used flashback in the past and then present, past then present. This way it goes. And the first person narrative and the protagonist are the same person, is the same person, and that is Jaya. The whole novel
revolves around this ജയ. ജയനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ നോവൽ മൊത്തം കറങ്ങുന്നത്. അപ്പൊ ജയ എന്ന് പറയുന്ന ആളാണ് സെൻട്രൽ ക്യാരക്ടർ. ജയ തന്നെയാണ് ത്രൂ ഔട്ട് ദിസ് നോവൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വന്ന് ജയ എന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയി ക്ലെവർ ആയിട്ടുള്ള ഒരു ഗേൾ ആണ്. ഹു ഓൾവേസ് വാണ്ട് ടു ബി ഐഡന്റിഫൈഡ് ബൈ ഹെർസെൽഫ്. എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, അത് ബാക്കിയുള്ളവർ കാണണം, ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, ഐ ഹാവ് എൻ ഇൻഡിവിജ്വാലിറ്റി, അത് വേണം എന്ന് ഓൾവേസ് തിങ്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ജയ. പക്ഷെ ഹൗ ലോങ് ഷീ ഗോട്ട് ഇറ്റ്, ദാറ്റ് ഈസ് ദിസ് നോവൽ. സോ Jaya's father is the only person who understood or who seen her as an individual and helped her. പക്ഷേ അതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ബൈ ഹെർ ഏജ് ഓഫ് 15 her father died. പിന്നെ എല്ലാം തകിടം മറിഞ്ഞു എന്ന് പറയാം. In this point of view, she was a person who completed graduation in that time. In that time means this novel is happening in pre-independence, that is 1948. 1940s, and it ends in 1970. So ഈ കാലഘട്ടത്തിൽ 20th century ആണ്. അപ്പം ആ സമയത്ത് വിമൻ ഫേസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ. ഓക്കെ, സോ 15th ഏജിൽ അച്ഛൻ മരിക്കുന്നു. അപ്പം ഉണ്ടായ ഡ്രാസ്റ്റിക് ചേഞ്ചിൽ പിന്നെ ഷി വാസ് അണ്ടർ ഹെർ ഗ്രാൻഡ് മദർ ആൻഡ് മദർ who taken care of her. Though her mother knows she is a person who always has her own point of view, who always says against wrong things she finds, but her grandmother want her to be so-called woman who is typical for the Indian society. Indian society-ക്ക് ഒരു എന്താ പറയുക, ഒരു ട്രേഡ് മാർക്ക് ഉണ്ട്, ഇങ്ങനെ ആയിരിക്കണം. യു ഷുഡ് നോട്ട് റേസ് യുവർ വോയിസ്, യു ഷുഡ് നോ ഹൗസ് ഹോൾഡ് തിങ്സ്, നിങ്ങൾ ഗേൾസ് ഷുഡ് ബി ലൈക്ക് ദിസ് ലൈക്ക് ദാറ്റ്, യു ഓൾ നോ ദാറ്റ് റൈറ്റ്. അങ്ങനെ ടിപ്പിക്കലി ആക്കിയിരുന്നു. അതിലൂടെ പോവുകയായിരുന്നു ഈ ജയ എന്ന് പറയുന്ന ക്യാരക്ടർ. ആൻഡ് ഷീ തോട്ട് ദാറ്റ് ഷീ കുഡ് ഗെറ്റ് ഓവർ ദിസ് സംടൈംസ്. ഹെർ ഓൺലി വേ ഓഫ് എസ്കേപ്പ് വാസ് റൈറ്റിംഗ്. ആസ് ഷീ ഈസ് വെരി ഇന്റലിജന്റ്, ഷീ ഹാസ് എ വെരി റൈറ്റിംഗ് സ്കിൽ ഓൾസോ. ബട്ട് ആഫ്റ്റർ മാരേജ്, I will see what happened. She has got into marriage. She married a wealthy engineer, that is Mohan. മോഹൻ ഭയങ്കര എന്താ പറയാ, ഭയങ്കര കാശ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. ആൻഡ് ഹി കംസ് ഫ്രം എ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട്. സോ യു ക്യാൻ സീ ദ കോൺട്രാസ്റ്റ് ഹിയർ. എന്തായിരുന്നു ജയ ആഗ്രഹിച്ചിരുന്നത്, എന്താണ് ജയക്ക് കിട്ടിയത് ആഫ്റ്റർ മാരേജ്, ദാറ്റ് തിങ്സ് സ്റ്റാൻഡ്സ് ഇൻ ടു ഡിഫറെന്റ് പോൾസ്. അങ്ങനെ ആഫ്റ്റർ മാരേജ് ജയ അവിടെ പോകുന്നു. ആൻഡ് ജയ can see a patriarchal domination in everywhere. Jaya has no voice. So Jaya thought, this is life, I have to keep silent. All my life I kept silence. I have been keeping silence for a long time. ഇനിയും അത് തന്നെ ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. Then only I can please people. ഈ പ്ലീസിങ് പീപ്പിൾ എന്നുള്ളതാണല്ലോ ഗേൾസിനെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. സോ ആ പ്ലീസിങ് നേച്ചർ അവള് കീപ്പ് ചെയ്യാൻ തുടങ്ങി. ദോ ഷീ forgot herself. സെൽഫ് ഡിസ്കവറി ഇല്ല, സെൽഫ് ഐഡന്റിറ്റി ഇല്ല, ഇതൊന്നുമില്ല. എന്താണ് ഹസ്ബൻഡിന് വേണ്ടത്? ഷി വാസ് റെഡി ടു ഡു ദാറ്റ്. 2 കുട്ടികൾ ഉണ്ടായി, അവർക്കൊരു നല്ല അമ്മ, ഹസ്ബൻഡിനൊരു നല്ല വൈഫ്, ഈ ഒരു പാറ്റേണിൽ ലൈഫ് പോവായിരുന്നു. ആൻഡ് വിത്തൗട്ട് ഹെർ കമ്മ്യൂണിക്കേഷൻ അവിടെ ഒരു ഭയങ്കര ഗ്യാപ്പ് വന്നു. ദർ ഇസ് എ ലോങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദിസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഈ ഒരു ഗ്യാപ്പിനെയാണ് ദാറ്റ് ലോങ് സൈലൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതൊരു ലോങ് സൈലൻസ് ആയി തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇങ്ങനെ വേഴ്സ് ആയിക്കൊണ്ട് ഇരിക്കുന്ന സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആയിപ്പോയി. അത് എപ്പോഴാന്ന് വെച്ചാൽ മോഹന് ജോലി പോയി. അതിൻ്റെയൊക്കെ കാരണം നിങ്ങൾ തന്നെ ഈ ബുക്ക് വായിക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ രസകരമായിട്ട് മനസ്സിലാവും. സോ ഐ വോണ്ട് സേ എവറി പോയിന്റ് ഓഫ് ദിസ് ബുക്ക്, ഐ വിൽ ഗീവ് സം ക്രിസ്പ്, ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ റീഡ് ഇറ്റ് ഓർ യു ക്യാൻ എൻജോയ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. അങ്ങനെ മോഹന്റെ ജോലി പോയി. ഇവര് ഭയങ്കര റിച്ച് ആയിട്ട് അപ്പർ ക്ലാസ് ആയിട്ട് ജീവിക്കുന്ന സമയമായിരുന്നു. ജോലി പോയി ഭയങ്കരമായിട്ട് ലോ ആയി. അങ്ങനെ ഇവർ കുഞ്ഞു സ്പേസിലേക്ക് വന്നു. മറ്റേത് നല്ല ലക്ഷറി ആയിട്ട് നല്ലൊരു വലിയ വീട്ടിലൊക്കെ താമസിക്കുകയായിരുന്നു. ഇങ്ങനെ കുഞ്ഞു സ്പേസിൽ വന്നപ്പോൾ യു ക്യാൻ, ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിലും വലിയൊരു സ്പേസ്, വലിയൊരു വീടൊക്കെ ആകുമ്പോൾ നമ്മൾ റൂമിൽ ഇരുന്ന് നമ്മളെ കാര്യം നോക്കും, ഫോണിൽ നോക്കും, നമ്മളെ ഫ്രണ്ട്സിനായിട്ട് ചാറ്റ് ചെയ്യും, ഇതൊക്കെ ഉണ്ടാവും. ഡു വി തിങ്ക് അവിടെ നമ്മളെ പാരന്റ്സോ ഗ്രാൻഡ് പാരന്റ്സോ ആരെങ്കിലും ഒക്കെ നമ്മൾ പോയിരുന്ന് സംസാരിക്കോ? ഇതൊക്കെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ വളരെ കുറവാണ്. അന്നും ഈ പറഞ്ഞ പോലെ ഭാര്യ ഇങ്ങനെ, ഭർത്താവ് ഇങ്ങനെ, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അങ്ങനെ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് ചെയ്യുക, എന്നിട്ട് അവരെ കാര്യം നോക്കുക, അങ്ങനെയായിരുന്നു. പക്ഷെ ഈ സ്മോൾ സ്പേസിലേക്ക് വന്നപ്പോൾ ഇവരുടെ ഈ സൈലൻസ് ഇവർക്ക് ഭയങ്കര വിസിബിൾ ആയി. ഇവര് മാത്രമേ ഉള്ളൂ, കുഞ്ഞൊരു സ്പേസ് ആണ്. അപ്പൊ ഇവർക്ക് തന്നെ ഇത് മനസ്സിലാവാൻ തുടങ്ങി. ഇവർക്ക് പറഞ്ഞ ജയക്ക് കൂടുതൽ, കാരണം ജയ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ട് കുറച്ചും കൂടെ തന്നെ പുറമേക്ക് ഡിസ്കവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയും കൂടി ആയതുകൊണ്ട് ഷി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഈസിലി. ദാറ്റ് സ്റ്റാർട്ടഡ് മേക്കിംഗ് ഹെർ ഇറിറ്റേറ്റഡ്.
അങ്ങനെ ആയപ്പം ജയക്ക് അതൊന്ന് പുറത്ത് കടക്കണം എന്നുണ്ട്, ബട്ട് നോ വേ. പക്ഷെ ഇവര് ഫൈനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയപ്പോൾ ജയ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് സോ ദാറ്റ് ഷീ ക്യാൻ സെൽ ഇറ്റ് ആൻഡ് ഏൺ മണി എന്നൊരു രൂപത്തിൽ. പക്ഷെ ഹെർ റൈറ്റിംഗ് വാസ് ലൈക്ക് എ ഫ്ലഷ്. ഒരു എന്താ പറയാ, ദാറ്റ് മച്ച് റിയൽ ആയിരുന്നു, പ്യുവർ ആയിരുന്നു, ഒരു സാൾട്ട് ആൻഡ് ഷുഗർ ഒന്നും ഇടാതെ ഭയങ്കര റിയൽ ആയിട്ട് വാട്ട് ഷീ ഹാസ് ഇൻ ഹെർ ലൈഫ് അതാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. അത് അവളുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താ, വിത്ത് ഹർ ഹസ്ബൻഡ്, വിത്ത് ഹർ ഫാമിലി, ഇതെല്ലാം അതിൽ റിഫ്ലക്ട് ആയിരുന്നു. സോ മോഹൻ ഒബ്വിയസ്ലി മോഹൻ അത് ഇഷ്ടമായില്ല. പക്ഷെ മോഹൻ അത് ഡയറക്റ്റ് കാണിക്കാനും വയ്യ. ദാറ്റ് ഈസ് ഓൺലി സോഴ്സ് ഓഫ് ഇൻകം ദേ ആർ ഗെറ്റിംഗ് ഫോർ യുവർ ഫാമിലി അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ആ ഇൻകം വരുന്ന വഴി സ്റ്റോപ്പ് ചെയ്യാനും വയ്യ. പക്ഷെ ഇങ്ങനെ നാട്ടുകാർ മൊത്തം നമ്മളെ പേഴ്സണൽ പ്രൈവറ്റ് ലൈഫ് അറിയുന്നതിനുകൊണ്ട് മോഹന് ഇഷ്ടമാവില്ല. ദാറ്റ്സ് കോമൺ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവള് മോഹനെ മനസ്സിലാക്കിയിട്ട് ഷീ തോട്ട് ഓക്കെ ഐ വിൽ സ്റ്റോപ്പ് റൈറ്റിംഗ്. അങ്ങനെ ഇവള് കുറച്ച് സ്റ്റോപ്പ് ചെയ്യുകയും ദേഷ്യം വന്നുകൊണ്ട് മോഹൻ അവിടെ ഇരിക്കുകയും മോഹൻ പിന്നെ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവുകയും വേറെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും മോഹൻ. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞാൽ മോഹന്റെ ഒരു ലെറ്റർ വരികയാണ്, ഐ എം കമ്മിങ് ബാക്ക്, ഐ ഗോട്ട് ദ ജോബ് ബാക്ക്, നൗ എവറിത്തിങ് ഈസ് സോൾഡ്, ഐ ഹോപ്പ് യു ആർ ഗുഡ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. ആ പോയിന്റ് ഓഫ് ടൈം ആവുമ്പോഴേക്കും ജയ ഹാസ് എ ഗോട്ട് എ ഫ്രണ്ട് നോൺ എസ് കമ്മത്ത്. കമ്മത്ത് അവിടെ താഴെയുള്ള ജയന്റെ ഫ്ലാറ്റിലുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹമാണ് ജയനെ ഹെൽപ്പ്. There will be someone in our life like a god figure, you know, they come to our life and help us to see the part we have forgotten about ourselves. നമ്മളെ കുറിച്ച് തന്നെ മറന്ന ഒരു സൈഡ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ, അത് പുറമേക്ക് ഡിസ്കവർ ചെയ്യണം എന്ന് ജയനെ കാണിച്ചു കൊടുത്തൊരു വ്യക്തിയായിരുന്നു കമ്മത്ത്. ഈ കമ്മത്തിന്റെ ഹെൽപ്പോടുകൂടി ജയ റീസ്റ്റാർട്ടഡ് ഹെർ റൈറ്റിംഗ് ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ടു ഡിസ്കവർ ഹെർ സെൽഫ്. അങ്ങനെ മനസ്സിലാക്കിയും ഇപ്പൊ അവൾക്ക് സെൽഫ് വർത്ത് അറിയാം. ഐ എം ഗുഡ് ഇനഫ് ഇൻ ദിസ്, ഐ എം കേപ്പബിൾ ഓഫ് ദിസ് എന്ന് അറിയുന്ന ഒരു പോയിന്റ് ഓഫിലാണ് ഈ ലെറ്റർ വരുന്നത്. അപ്പം ഈ ലെറ്റർ വരികയും കൂടി ചെയ്തപ്പോൾ ജയ വിചാരിച്ചു, ഇനി ഒരിക്കലും ഞാൻ സൈലന്റ് ആയിരിക്കില്ല, ഐ വിൽ ഓൾവേസ് റിയാക്ട് ടു തിങ്സ് ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്ന് ജയ പറഞ്ഞുകൊണ്ടാണ് ഈ നോവൽ അവസാനിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറെ മൈനർ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇവരെല്ലാം ഇതിനൊരു ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ട് ഈ നോവലിനെ. പക്ഷെ അത് നിങ്ങൾ തന്നെ വായിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ രസം. ഇതൊരു റിവ്യൂ ആയതുകൊണ്ട് ഐ ഗീവ് എ ക്രിസ്പ് ഓഫ് ദിസ്. പിന്നെ ഏതൊരു റിവ്യൂന്ന് പറയുന്ന പോലെ ഇപ്പൊ ഇതിന്റെ ഒരു പോസിറ്റീവ് ആംഗിൾ ആണ് ഞാൻ ഈ നോവലിന്റെ പറഞ്ഞത്. When we are saying review, we have to see the other side of this novel also. So when I read, I could see the negative part of this novel as repetition. ഇതില് ഫ്ലാഷ് ബാക്ക് ടെക്നിക് യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ റിപ്പീറ്റ് ചെയ്യണം. ഈ ജയ എന്ന് പറയുന്ന വ്യക്തി കുറച്ചു കാലം ഓക്കെ എനിക്ക് പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഈ സെയിം ഇൻസിഡൻസ് തന്നെ ആലോചിക്കും. അപ്പൊ നമ്മൾക്ക് അത് വായിക്കുമ്പോൾ കുറച്ച് സ്ലൈഡ് ബോറിംഗ് ആവാം മേ ബി, ബിക്കോസ് സെയിം കണ്ടന്റ് തന്നെ വീണ്ടും വായിക്കുക എന്നുള്ള ഒരു രീതി ആയതുകൊണ്ട്. പിന്നെ കൾച്ചറൽ സ്പെസിഫിക്കേഷൻ, ഇതൊരു ഇന്ത്യൻ കൾച്ചറൽ സിനാരിയോയിൽ മാത്രം ഒതുങ്ങിക്കൂടിയൊരു നോവലാണ്. ഇതിനൊരു ഇന്റർനാഷണൽ ഒരു വ്യൂ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റീഡിംഗ് എത്തണം എന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഹാർഡ്, ബിക്കോസ് ഈ ഒരു ഇന്ത്യൻ സിനാരിയോണ്ട് ഈ സംഭവം ഡൈജസ്റ്റ് ആവാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ആംബിക്യൂട്ടി നിറഞ്ഞൊരു എൻഡിങ് ആയിരുന്നു, ഒരു ഓപ്പൺ എൻഡിങ് ആണ്. ദോ നോവൽസ് പ്രൊവൈഡ്, മെനി ഓഫ് നോവൽസ് പ്രൊവൈഡ് ഓപ്പൺ എൻഡിങ് ദാറ്റ് ഇറ്റ് പുട്ട് ഫോർവേഡ് എ തോട്ട് ഫോർ റീഡേഴ്സിനൊരു എന്താ പറയുക തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പൺ എൻഡിങ് ഉള്ള നോവൽസ് ഉണ്ടാവാറുണ്ട് പൊതുവെ. പക്ഷെ ഇവിടെ ഓപ്പൺ എൻഡിങ് ആവുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ വേണമെങ്കിൽ മാറിയ ജയെ കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി യു വോണ്ട് ഫീൽ ദാറ്റ് അപ് ടു യു. പിന്നെ ഇമോഷണൽ വെയിറ്റേജ് ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെന്റ് പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഇമോഷൻസ് ഓഫ് ജയ ഓൺലി പ്രസന്റ്. ജയക്ക് ഇങ്ങനെയായിരുന്നു, ജയക്ക് അങ്ങനെയായിരുന്നു എന്നുള്ള രീതിക്കാണ് നമ്മൾ നോവൽ മൊത്തം കാണാം. പക്ഷെ വാട്ട് ഈസ് മോഹൻ എന്ന് പറയുന്ന ആള് കുഞ്ഞിലേ തൊട്ടിട്ട് എങ്ങനെയാണ്, മോഹൻ യു ആർ എ ബോയ്, യു ആർ നോട്ട് സപ്പോസ് ടു ക്രൈ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ജോലി പോയ സമയത്ത് മോഹന്റെ സങ്കടം പറയാൻ ജയോട് പറയണമെന്നുണ്ട്. പക്ഷെ ഹി വാസ് റേസ്ഡ് ലൈക്ക് യു ആർ നോട്ട് സപ്പോസ് ടു സേ യു ആർ സാഡ്, അല്ലെങ്കിൽ യു ആർ ദ ബ്രെഡ് ഗീവർ ഓഫ് ദി ഫാമിലി, നീയാണ് ഫാമിലിയെ നോക്കേണ്ടത്, സോ യു ഷുഡ് നോട്ട് ഗോ ഡൗൺ, ആ ഒരു പവർ നിനക്ക് വേണം ഇല്ലെങ്കിൽ പോലും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ മോഹൻ എത്രമാത്രം സങ്കടങ്ങളും വേദനകളും എന്താ പറയാ അടക്കി വെച്ചിട്ടുണ്ടാവും ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്ന് പോവാൻ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് ഇവിടെ കാണിക്കുന്നില്ല, വളരെ കുറവാണ്. പിന്നെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണെങ്കിലും ജയന്റെ ക്യാരക്ടറാണ് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. ഇത്രയൊക്കെയാണ് ഈ നോവലിനെ പറ്റിയിട്ടുള്ളത്. സോ ഇറ്റ് വുഡ് ബി മോർ ഗുഡ് ഇഫ് യു ക്യാൻ റീഡ് ദിസ് ആൻഡ് ഫൈൻഡ് ദിസ് ബ്യൂട്ടി. താങ്ക് യു. താങ്ക് യു.
ഞങ്ങളെ Yeah. ലിറ്റററി ലെൻസിന്റെ ഭാഗമായതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷം. കാരണം ഇത്രയും ചുരുക്കി പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് ക്യാച്ചിങ് ആയി. ബുക്ക് വായിക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഫുൾ ആയിട്ട് കേട്ടിട്ടില്ലല്ലോ, നമ്മൾ കുറച്ച് ഭാഗങ്ങളല്ലേ കേട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത് വായിക്കാൻ തോന്നുന്നുണ്ട്. ഇത്രയും ചുരുക്കി പറഞ്ഞ് നമുക്ക് നമ്മുടെ മനസ്സിൽ ആ ചിന്തകളെ കൊണ്ടുവന്നതില്ലേ, നമുക്ക് വായിക്കാനുള്ള ഒരു ഇതുണ്ടാക്കിയല്ലോ. അതാ നല്ലൊരു തന്നെ ആയിരുന്നു. ബുക്ക് റിവ്യൂ തന്നെ ആയിരുന്നു. ചുരുക്കി പറഞ്ഞു തന്നു. താങ്ക് യു. Okay. ഫീഡ്ബാക്ക് പറയാനായിട്ട് റെജീനയെ ക്ഷണിക്കുന്നു. Okay. ഹലോ. Hi. ഞാൻ ആക്ച്വലി ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ബുക്ക് വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ദാറ്റ് ലോങ് സൈലൻസ് ആണ് കണ്ടപ്പോൾ അത് നമുക്ക് അറിയുന്ന ഒരു സ്റ്റോറി അത് വേറൊരാൾ എങ്ങനെ റീഡ് ചെയ്തിട്ടുണ്ടാവും, അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് അറിയാൻ നല്ല ക്യൂരിയസ് ആയിരുന്നു. അപ്പോ എനിക്ക് ഈ വേ ഓഫ് പ്രസന്റേഷൻ നല്ല ഇഷ്ടമായി. കാരണം ഒരു ബുക്ക് റിവ്യൂ, ഞാൻ എടുത്ത ബുക്ക് അങ്ങനെ പറഞ്ഞ് തുടങ്ങാതെ നമ്മൾ എവിടെയാണോ നമ്മൾ ഒരു ഇൻട്രോ പറഞ്ഞ് നിർത്തിയത് അവിടെ നിന്നും എങ്ങനെ ഈ ബുക്ക് റിവ്യൂവിനെ നോക്കി കാണാൻ പറ്റുമെന്ന് കണക്ട് ചെയ്തുകൊണ്ടാണ് അമൃത പറഞ്ഞു തുടങ്ങിയത്. ആ വേ ഓഫ് പ്രസന്റേഷൻ ഐ റിയലി ലൈക്ക്. പിന്നെ ഇതില് തീർച്ചയായും ഇതില് ഒരു റിവ്യൂ എന്ന നിലയ്ക്ക് പൂർണ്ണമായിട്ട് ജസ്റ്റിസ് പുലർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഒരു സാധനത്തെ റിവ്യൂ ചെയ്യുമ്പോൾ അത് നമുക്ക് അട്രാക്റ്റീവായി തോന്നിയ കാര്യങ്ങളും അതുപോലെ തന്നെ അതിനെ മറ്റുള്ളവർക്ക് എങ്ങനെ സ്വന്തം പോയിന്റ് ഓഫ് വ്യൂ ആണ് കൂടുതലായിട്ട് പ്രസന്റ് ചെയ്തത്. അപ്പൊ ആ വ്യൂസിലൂടെ നമുക്ക് ഇതിനെ താല്പര്യമുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി അവിടെ തുറന്നു വെച്ചിട്ടാണ് നമ്മുടെ പ്രസന്റേഷൻ. കാരണം നമുക്ക് ഹിൻസ് തരുന്നുണ്ട്, പ്ലോട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ട്രഷേഴ്സ് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടി. എനിക്ക് ഇതിൽ ഇപ്പൊ ഞാൻ വായിച്ചതിൽ എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് ഇപ്പോഴും മനസ്സിലാക്കുന്നത് ടു ബുള്ളക്സ് വയലന്റ്ലി യോക്ഡ് ടുഗെദർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് തീർച്ചയായും ഈ ഒരു ഇതിന്റെ കാര്യത്തിലല്ല, ഇപ്പോ പറഞ്ഞു ഈ സ്റ്റോറി സെറ്റിംഗ് ഈസ് വേ ബാക്ക് ഇൻ 1940s ആന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ആ സൈലൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫാമിലീസ് അല്ലെങ്കിൽ ഒരുപാട് കപ്പിൾസ് റിലേഷൻഷിപ്സ് നമ്മുടെ അറൗണ്ട് ഉണ്ട്. അപ്പോ അവരൊക്കെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒക്കെ ആ സൈലൻസ് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഒരു എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാനോ ഒക്കെ ഇന്നും റെലവെന്റ് ആയിട്ട് നമുക്ക് ഒരു സ്പീക്ക് ഔട്ട് ചെയ്യുന്ന ഒരു നോവലാണിത്. അപ്പൊ ആ സെലക്ഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് താങ്ക് യു വെരി മച്ച്. Thank you. അടുത്തതായിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് രഞ്ജിഷയെ ക്ഷണിക്കുന്നു. ഹായ് അമൃത, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നല്ലൊരു തോട്ട് പ്രൊവോക്കിംഗ് നോവലായും സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. Thank you. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനെന്നുണ്ടെങ്കിൽ പറയാം. അമൃത, അമീർ സാറാണ്. സർ മനസ്സിലായി സർ. എന്തായാലും ഐ എം വെരി ഹാപ്പി ടു ഹിയർ യുവർ വോയിസ് അഗൈൻ ഇൻ ദിസ് പ്ലാറ്റ്ഫോം. ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. താങ്ക് യു സർ. താങ്ക് യു ഫോർ കമ്മിങ്. എന്തായാലും അമൃത ആദ്യമേ ഇത് പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല ഇതിനൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു. പക്ഷെ ഇതിനൊന്നും നമുക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും അമൃതയുടെ ആഗ്രഹം ഇതിലൂടെ സാധിക്കാൻ കഴിഞ്ഞു. റസീന നല്ലൊരു വായനക്കാരിയാണ്. നമ്മുടെ ലിറ്റററി ക്ലബിന്റെ കൺവീനറാണ് ആള്. കൺവീനർ കോർഡിനേറ്ററാണ്. അപ്പൊ എന്തായാലും കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. നല്ല പ്രസന്റേഷൻ. എന്തായാലും ബാക്കിയുള്ളവർക്ക് ഇൻസ്പിരേഷൻ ആവട്ടെ. ഐ ഗോട്ട് ഇൻസ്പയർഡ്. അപ്പൊ എന്തായാലും അമൃത ഇവിടെ വർക്ക് ചെയ്യുന്നപ്പോ നാട്ടിലുണ്ടോ? ഞാനിപ്പോ നാട്ടിലുണ്ട് സർ, വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ശരി. അപ്പൊ എന്തായാലും അയ്യോ, അമ്മ പോയിണ്ടാവും. അമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. അമ്മ വെറുതെ കൊടുത്ത. അമ്മ ഉണ്ടോ? അപ്പൊ എന്തായാലും അലംനി ഉണ്ടാവും. ഇതുപോലെ മെനി ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈറ്റിംഗ് യു ഹിയർ. ഇത് മാത്രമല്ല വെറൈറ്റി പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. ശരി. അപ്പൊ എന്തായാലും കമ്മിങ് മന്തിലാ തോന്നുന്നുണ്ട് അല്ലേ? സെമിനാർ അല്ലേ? അല്ല, ജൂലൈയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അലംനി പ്ലാൻ.
ഓക്കെ മാം, ഗ്രൂപ്പിൽ കണ്ടുവരാണ്. ബൈ ബൈ അമൃത. ഓക്കെ സർ. പിന്നെ ഇത് അവസാനിക്കുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മള് എസ്പെഷ്യലി ഇത് അലുമിനൈസ് കൂടുതൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതോട് പറയണം. ഇത് നമ്മള് കഴിഞ്ഞ ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പൽ സാറിന് ഈ മീറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ സാർ കഴിഞ്ഞ മീറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറ് പറഞ്ഞൊരു കാര്യമാണ്, ഇത് അലുമിനീസ് പറഞ്ഞ ഇതിൽ ഗസ്റ്റ് അല്ല, ഹോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ തന്നെ പ്രസന്റ് ചെയ്യാതെ നമ്മൾ തന്നെ ഡിസ്കഷൻ വെക്കാന്നുള്ള ഒരു ഫോറാണിത്. അപ്പൊ ഇനി കമ്മിങ് ഡേയ്സിലും നമ്മൾ ലിങ്ക് എന്തായാലും നിങ്ങൾക്ക് എത്തുന്നത് നമ്മളാണ് ഇത് നടത്തുന്നത്. അപ്പൊ എല്ലാവരും എല്ലാ ഇതുപോലെ ഈ ഫോറത്തിന്റെ മീറ്റിംഗ് വരുമ്പോഴും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് നമ്മള് സോറി. Okay, that's it. ചേച്ചി, ഒരുപാട് സന്തോഷം ഇതിന്റെ ഭാഗമായതിൽ. തുടർന്നും ഇത് ലിറ്റററി ലെൻസിന്റെ ഭാഗമാവുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഇതിന്റെ കൂടെ നിൽക്കുമെന്ന് കരുതുന്നു. താങ്ക് യു. താങ്ക് യു. മിസ് അവസാനിപ്പിക്കൽ. ഓക്കെ മാം, താങ്ക് യു.